കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക നീക്കങ്ങളുമായി പോലീസ്. യുവതിക്ക് നേരെ ആരോപണം ഉന്നയിച്ച ആൺസുഹൃത്തിനെയും ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. ഒപ്പം സ്വർണം മോഷ്ടിച്ചെന്ന ആദൂർ പോലീസിൽ നൽകിയ പരാതിയിൽ വിശദമായ അന്വേഷണവും നടത്തും. നാൽത്തടുക്ക സ്വദേശിനി ജസീലയാണ് തനിക്ക് നേരിട്ട ദുരനുഭവം വിവരിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരിച്ച ശേഷം ജീവനൊടുക്കിയത്. കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നു. ബൈജു, ഈ യുവതിയുടെ ആത്മഹത്യക്ക് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നത് തൻ്റെ ഭർത്തൃമാതാവുമാണ് ആത്മഹത്യ കാരണം. തനിക്ക് നേരെ അവർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. തന്നെ കേൾക്കാൻ തയ്യാറായില്ല, ഒരു കള്ളി എന്ന രീതിയിൽ തന്നെ കണ്ടു. മാത്രമല്ല, പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ആൺസുഹൃത്തിലേക്കാണോ അന്വേഷണം നീങ്ങുന്നത്? കാരണം ഈ യുവതി ജസീല സ്വർണം മോഷ്ടിച്ചു എന്ന് പരാതി നൽകിയത് ഈ സുഹൃത്തിൻ്റെ കുടുംബമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? വൈജു, തീർച്ചയായും ടോമെ, അങ്ങേയറ്റം നിർണായകമായ നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതായത് ഈ ജസീലയുടെ ആൺസുഹൃത്തായ അഫ്രിദിയെ ചോദ്യം ചെയ്യും. അഫ്രിദിയെ കൂടാതെ ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. കാരണം ഇവരാണ്, ഈ മാതാപിതാക്കളാണ് ജസീല ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചു, അതായത് 9.5 പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന ഒരു പരാതി ആദൂർ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. അങ്ങനെയാണ് ഈ യുവതിയെ ആദൂർ പോലീസ് വിളിച്ചു വരുത്തുന്നതും നിരന്തരം ചോദ്യം ചെയ്യുകയും വലിയ തോതിലുള്ള ഈ ഒരു മനോവിഷമം ഈ യുവതിക്ക് നേരിടേണ്ടി വരുന്നതും സാഹചര്യം ഉണ്ടായത്. അത് ആ വീഡിയോയിൽ കൃത്യമായി യുവതി പറയുന്നുണ്ട്. അതായത് ഒരു വനിതാ പോലീസിന്റെ സാന്നിധ്യം പോലും ഇല്ലാതെ തന്നെ ചോദ്യം ചെയ്തു, തന്നെ മോഷ്ടാവാണെന്ന് ചിത്രീകരിക്കാൻ വലിയ ശ്രമമുണ്ടായി. അങ്ങനെ ആ ദുരനുഭവം, ആ ദൃശ്യം കൃത്യം ദൃശ്യത്തിൽ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അത് തന്നെയാണ്. ഈ 9.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, അതിലെന്താണ് വാസ്തവം? അത് മനഃപൂർവ്വം ജസീലയെ കുടുക്കാൻ ഇവർ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണോ? ആ ജസീലയുടെ ഏതെങ്കിലും തരത്തിൽ വിരോധം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ജസീലെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതാണോ? അതാണ് ഇനി അറിയേണ്ടത്. അതിലാണ് ഇപ്പോൾ ഇതിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ഇതിലൊരു ചിത്രം വ്യക്തമാവും എന്താണ് ഇത് സംബന്ധിച്ചെന്ന കാര്യം. അതോടൊപ്പം പരാതി നൽകിയ മാതാപിതാക്കളെ കൂടി ഈ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇത് കൂടാതെ ഈ ആദൂർ പോലീസ് സ്റ്റേഷനിലുണ്ടായ ഈ യുവതിക്കുണ്ടായ ദുരനുഭവം, അത് സംബന്ധിച്ചും അന്വേഷണം നടത്താൻ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ ജില്ലാ പോലീസ് മേധാവി തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ കേസ് എടുത്തിട്ടുള്ളത്. വിദ്യാനഗർ പോലീസാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. അതായത് ഈ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാനഗർ പോലീസാണ് നടത്തുന്നത്. ഈ നാളെയോ മറ്റന്നാളോ ആയി ഇവരെ ചോദ്യം ചെയ്യുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു കാര്യം ഇതിൽ പുറത്തു വരാനുണ്ട്. അത്തരം വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് തന്നെയാണ് കുടുംബവും പറഞ്ഞത്. അതായത് ഈ FIR പരിശോധിച്ചാൽ തന്നെ ടോമെ നമുക്ക് കാണാം, ഇവർ നേരിട്ട അപമാനവും അതുപോലെ തന്നെ അപവാദ കഥകളും, ഇത് രണ്ടുമാണ് മാനസിക സംഘർഷത്തിനിടയാക്കിയതും ഈ യുവതി ജീവനൊടുക്കാനിടയായ സാഹചര്യം എന്ന് FIR തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലൊരു സ്വർണം മോഷണം പോയിട്ടുണ്ടോ, അതല്ല ഈ ജസീലയെ മനഃപൂർവ്വം കൊടുക്കാൻ അല്ലെങ്കിൽ അപവാദ പ്രചരണം നടത്തുന്ന രീതിയിൽ ഇത്തരം ഒരു വിരോധം ഉണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം ഈ ചോദ്യം ചെയ്യൽ വ്യക്തമാവും. വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലായിരിക്കും ഈ ആൺസുഹൃത്തിനെയും അതുപോലെ തന്നെ ഈ കുടുംബത്തെയും. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ദുരനുഭവം നേരിട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് ആദൂർ പോലീസ് സ്റ്റേഷൻ. ആദൂർ പോലീസ് സ്റ്റേഷനിൽ യുവതിയുമായി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസിന്റെ നടപടിക്രമങ്ങൾ അത് പരിശോധിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസ് വളരെ ഗൗരവമായി തന്നെ ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഏതായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ ജസീലയുടെ മരണത്തിന് ആരോപണം ഉയർന്നിരുന്നല്ലോ, തന്നെ കേൾക്കാൻ പോലും തയ്യാറായില്ല, തന്റെ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ ജസീല ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തുനിന്നെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതേക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് രണ്ടാം ഘട്ടം എന്ന നിലയിൽ പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വീഡിയോ പരിശോധിച്ചാൽ നമുക്ക് അതിൽ കൃത്യമായി ജസീല വളരെ വിഷമത്തോടു കൂടി നമുക്ക് ആ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഉള്ളുലയ്ക്കുന്ന രീതിയിലുള്ള അവരുടെ സംസാരമാണ്. അതായത് അവരുടെ ഏറ്റവും അവസാനമായുള്ള ഒരു
സംസാരം, അതിൽ തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തണം എന്നാണ് കൃത്യമായി അവർ അതിൽ പറയുന്നത്. താൻ ഇത്തരത്തിൽ സ്വർണം മോഷ്ടിച്ചിട്ടില്ല, തന്നെ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല, തന്റെ ഭർത്താവ് പോലും തന്നെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ അവർ 5 മിനിറ്റോളമുള്ള ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും ആദൂർ പോലീസ് സ്റ്റേഷനിൽ അനുഭവപ്പെട്ട ദുരനുഭവം അത് കൃത്യമായി ആ വീഡിയോയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുകയും യാതൊരു തെളിവും ഇല്ല എന്നറിഞ്ഞ് ഇവരെ വിട്ടയച്ചു. പിന്നീട് ഇവർ ഒരു പരാതി നൽകാൻ പോയപ്പോൾ ആദൂർ പോലീസ് ആ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ് ഇവർ ആ വളരെ വിഷമത്തോടു കൂടി പറയുന്നത്. തന്നെ കേൾക്കാൻ ആരുമില്ല എന്നതാണ്. നമുക്ക് അറിയാം, ഇത്തരം സംഭവങ്ങളെല്ലാം ഏറ്റവും അവസാനം ആശ്രയം എന്ന് പറയുന്നത് പോലീസാണ്. ആ പോലീസിൽ പോയപ്പോൾ പോലും ഇവർക്ക് നീതി ലഭിച്ചില്ല എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ സ്വന്തം ജീവനെടുക്കാൻ തീരുമാനിച്ചത്. അതായത് ഈ വീഡിയോ പുറത്തെത്തുമ്പോഴേക്കും താൻ ജീവനോട് ഉണ്ടാകില്ല എന്ന് കൃത്യമായി അതിന്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നുണ്ട്. അത് അവരുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷ പോലീസ് സ്റ്റേഷനായിരുന്നു, ആദൂർ പോലീസ് സ്റ്റേഷനായിരുന്നു. അവിടെ ഇവർ ഈ ഒരു പരാതി, അതായത് തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ മോഷ്ടാവെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇവർ ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ആ പരാതി വാങ്ങാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അതാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി നേരിട്ട് ഇടപെട്ട് അന്വേഷിക്കുന്നത്. അതോടൊപ്പം ഈ സ്വർണം ഇങ്ങനെ മോഷണം പോയിട്ടുണ്ടോ, അത് ഒരു കള്ളക്കേസ് ഈ ഇത്തരത്തിൽ ജസീലയെ കൊടുക്കാൻ വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയതാണോ, അത് ഈ കേസിൽ വളരെ നിർണായകമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തുന്ന പ്രതികൾ ഈ രംഗത്ത് വരുന്ന സാഹചര്യം. തീർച്ചയായും അങ്ങനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതല്ല, ഇനി സ്വർണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്തണം. എന്താണ് പോലീസിന്റെ ഒരു നിഗമനം? എന്താണ്, ആരിലേക്കാണ് സംശയം നീങ്ങുന്നത് ബൈജു? തീർച്ചയായും ഈ ആൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതും ഈ കുടുംബം, ഈ വീട്ടുകാർ, അതായത് അഫ്രീദിന്റെ മാതാപിതാക്കൾ, ഇവരെ ചേർത്ത് അപവാദ കഥകൾ പ്രചരിപ്പിച്ചു എന്നാണ് ഈ യുവതി തന്നെ ഈ വീഡിയോയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് അന്വേഷണം കൃത്യമായും ഈ കുടുംബത്തെ, അതായത് അയൽവാസിയായ ഭർത്താവിന്റെ വീട്ടിനടുത്തുള്ള ഈ അഫ്രീദി എന്ന് പറയുന്ന ആൺസുഹൃത്തും അവരുടെ കുടുംബവും, അവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്. അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. പ്രധാനമായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണം മോഷണം പോയിട്ടുണ്ടോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ആ സ്വർണം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. ഇതിൽ ഈ ജസീലയുടെ കയ്യിൽ നിന്നും അഫ്രീദി കുറച്ച് സ്വർണങ്ങൾ വാങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. എന്തായാലും അതെല്ലാം പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ മനഃപൂർവ്വം ജസീലയെ കൊടുക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ, അതാണോ ഈ യുവതിയുടെ ജീവൻ അവസാനിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്രത്തോളം മാനസിക സംഘർഷത്തിലേക്ക് അവരെത്തിച്ചത് എന്നതൊക്കെ അറിയാനുണ്ട്. എന്തായാലും യുവതി തന്റെ നിരപരാധിത്വം അത് വളരെ വിഷമത്തോടു കൂടിയാണ് ആ വീഡിയോയിൽ പറയുന്നത്. അത് വലിയ തോതിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായ സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് ഏതായാലും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. അങ്ങനെ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഇവരുടെ മാതാപിതാക്കളും പറയുന്നത്. ഇവരുടെ സഹോദരൻ, അതായത് ജസീലയുടെ സഹോദരന്റെ പരാതിയിലാണ് നിലവിൽ വിദ്യാനഗർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക അഫ്രീദിനെയും അതുപോലെ തന്നെ ഈ മാതാപിതാക്കളെയും ഇവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇതിൽ കൃത്യമായ ഒരു കാര്യം പോലീസ് കണ്ടെത്താൻ സാധിക്കും. അതോടൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ, അതല്ല ഇത്തരം ജസീലമാർ ഇനി ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ ആദൂർ പോലീസിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട്, അവരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു അന്വേഷണം കൂടി ഇതിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് യുവതി ജീവനൊടുക്കിയ സംഭവത്തിലാണ് നിർണായക നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. യുവതിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൺസുഹൃത്തിനെയും ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. ഇതൊരു വ്യാജ പരാതിയായിരുന്നോ, അതോ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ ആരാണ് ആ മോഷണത്തിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളും പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.